നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ആശ്രാമം മൈതാനം. ആശ്രാമം മൈതാനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ചതുരശില്പശൈലിയിൽ ഞാൻ നിർമ്മിച്ച കുറവനും കുറത്തിയും എന്ന ശില്പത്തിന് പ്രതിഫലമായി കേരള ലളിതകലാ അക്കാദമിയിൽ നിന്ന് ₹1 പോലും ഞാൻ കൈപ്പറ്റിയിട്ടില്ല. തന്നിട്ടില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പ്രസ്തുത ശില്പനിർമ്മാണത്തിൻ്റെയും തുടർന്നുള്ള സംഭവവികാസങ്ങളുടെയും ഒരു നേർചിത്രം കലാലോകവും സാംസ്കാരിക കേരളവും അറിയേണ്ടതായിട്ടുണ്ട്. ലോകത്ത് എവിടെയെങ്കിലും ഗൈനക്കോളജി ഐച്ഛിക വിഷയമായി പഠിച്ച ഏതെങ്കിലും ഡോക്ടർമാർ ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തിയതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ അതിനോട് സമമായ രീതിയിൽ കൊല്ലത്ത് ഒരു സംസ്ഥാന ശില്പകലാ ക്യാമ്പ് നടക്കുകയുണ്ടായി. ചിത്രകല ഐച്ഛിക വിഷയമായി പഠിച്ച ചിലരെയും ചിത്രകല ഐച്ഛിക വിഷയമായി പഠിക്കാത്ത ചിലരെയും ചില ശില്പികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് സംവിധാനങ്ങളും പണവും ഉപയോഗിച്ച് കേരള ലളിതകലാ അക്കാദമി ഒരു സംസ്ഥാന ശില്പകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിൽ പങ്കെടുത്ത പകുതിയോളം പേരും മേൽപ്പറഞ്ഞ വിഭാഗത്തിൽ പെട്ടവരാണ്. അവർക്ക് അവസരം നൽകിയതല്ല എൻ്റെ വിഷയം. ശില്പകല ഐച്ഛിക വിഷയമായി പഠിക്കുകയും നിരവധി വർഷങ്ങളായി ശില്പകല ഗൗരവമായി കൈകാര്യം ചെയ്യുകയും ചെയ്തു വരുന്ന എന്നെ പ്രസ്തുത ശില്പകലാ ക്യാമ്പിൽ ആദ്യം ഉൾപ്പെടുത്തിയിരുന്നില്ല. അതേ തുടർന്ന് ഞാൻ ലളിതകലാ അക്കാദമി സെക്രട്ടറിക്കും ചെയർമാനും നിരവധി തവണ കത്തുകൾ എഴുതി. പ്രാദേശികവാസി എന്ന പരിഗണനയെങ്കിലും വെച്ച് എന്നെ കൂടി ഉൾപ്പെടുത്തണം എന്നായിരുന്നു കത്തുകളുടെ ഉള്ളടക്കം. കേരള ലളിതകലാ അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കൊല്ലത്ത് ഒരു ശില്പകലാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കൊല്ലത്തുകാരനായ ശില്പി എന്ന നിലയിൽ എനിക്കതിൽ പങ്കെടുക്കാൻ അർഹതയുമുണ്ട്. നിരന്തരമായ എൻ്റെ അഭ്യർത്ഥന മാനിച്ച് എന്നെ പരിഗണിക്കുന്നതിന് പകരം എന്നെ ഒഴിവാക്കാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് അവർ ഒരുക്കിയത്. റെമ്യൂണറേഷൻ ഇല്ലാതെ ശില്പം നിർമ്മിക്കാൻ എന്നോട് തയ്യാറാണോ എന്ന് ചോദിച്ചു. അവരുടെ ഗൂഢലക്ഷ്യം തിരിച്ചറിഞ്ഞ ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. എനിക്ക് റെമ്യൂണറേഷൻ തരാത്തതിൻ്റെ കാരണം അന്വേഷിച്ചതിൽ നിങ്ങൾ കായംകുളം കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക മ്യൂസിയത്തിലും കണ്ണൂർ കുഞ്ഞിമംഗലത്ത് വെങ്കല ഗ്രാമത്തിലും ശില്പകലാ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുള്ളതിനാൽ റെമ്യൂണറേഷൻ ഇനി തരാൻ നിർവാഹമില്ല എന്നാണ് മറുപടി ലഭിച്ചത്. എന്നാൽ നിരവധി ചിത്രശില്പ ക്യാമ്പുകളിൽ പങ്കെടുത്തവർക്ക് വീണ്ടും വീണ്ടും ക്യാമ്പുകൾ നൽകുന്നതും എല്ലാ വർഷവും സോളോ എക്സിബിഷൻ നടത്താൻ പലർക്കും ഗ്രാൻഡ് നൽകുന്നതും അക്കാദമി നടത്തുന്ന ആർട്ട് ടാക്ക് മറ്റ് പരിപാടികളിൽ പലർക്കും തുടർച്ചയായി വേദികൾ നൽകുന്നതും സാധാരണമാണ്. അപ്പോഴൊന്നും പറയാത്ത ഒരു ന്യായീകരണമാണ് എൻ്റെ കാര്യത്തിൽ സെക്രട്ടറിയും ചെയർമാനും ഭരണസമിതി അംഗങ്ങളും കണ്ടെത്തിയത്. എന്താണ് ഈ തമസ്കരണത്തിന് കാരണം? 40 വർഷത്തിലധികമായി ശില്പകലാരംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് അക്കാദമിയുടെ 4 ക്യാമ്പുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 4ാമത്തെ ക്യാമ്പിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരിക്കൽ പോലും ഒരു സോളോ എക്സിബിഷൻ നടത്താൻ എനിക്ക് ഗ്രാൻഡ് ലഭിച്ചിട്ടില്ല. തികച്ചും അന്യായമായ ഈ അവഹേളനം സഹിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വന്തം ശൈലിയായ ചതുരശില്പശൈലിയിൽ ആശ്രാമത്തിൻ്റെ മനോഹരമായ മൈതാനത്ത് പടിഞ്ഞാറ് ഭാഗത്തായി കുറവനും കുറത്തിയും എന്ന ശില്പത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ശില്പങ്ങളുടെ പേര് വിവരങ്ങൾ പത്രമാധ്യമങ്ങളിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ
ശില്പങ്ങളുടെ നിർമ്മാണത്തിനെതിരായി പ്രകൃതി സ്നേഹികളുടെ സമര കോലാഹലങ്ങൾ ആരംഭിച്ചു. ശില്പങ്ങൾ നിർമ്മിച്ചാൽ പ്രകൃതി നശിക്കും, പ്രകൃതി ഭംഗി ഇല്ലാതാകും എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും പ്രകൃതി സ്നേഹികളും സമരം നടത്തിയ ലോകത്തിലെ ഒരേ ഒരു ഇടം ഒരുപക്ഷെ കൊല്ലം മാത്രമായിരിക്കും. വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾ ശില്പങ്ങൾ നിർമ്മിച്ച് പ്രകൃതി ഭംഗി കൂട്ടാനാണ് ശ്രമിച്ചു വരുന്നത്. എല്ലാ സമരപരിപാടികളും കുറവനും കുറത്തിയും എന്ന ശില്പത്തിന് മുന്നിലായിരുന്നു അരങ്ങേറിയത്. എല്ലാ ബാനറുകളും കെട്ടിയതും അവിടെയാണ്. തെക്ക് നിന്നും വടക്കോട്ട് 8 ശില്പങ്ങളുടെ നിർമ്മാണമാണ് അവിടെ നടന്നു വരുന്നത്. അതിൽ ഒന്നാമത്തേതോ എട്ടാമത്തേതോ മധ്യഭാഗത്തെയോ ശില്പമായിരുന്നില്ല കുറവനും കുറത്തിയും. എന്നിട്ടും സമരക്കാർ നിർമ്മാണ സാമഗ്രികൾക്ക് കേടുവരുത്തിയതും വലിച്ചെറിഞ്ഞതും ഈ ശില്പത്തിൻ്റേതാണ്. ഈ ശില്പം ആരെയാണ് ഇത്രമേൽ അലോസരപ്പെടുത്തുന്നത്? സമരങ്ങൾ കെട്ടടങ്ങിയ ശേഷം ശില്പങ്ങളുടെ നിർമ്മാണം പുനരാരംഭിച്ചു. ശില്പങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്ന വേളയിൽ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ പരസ്യമായി പ്രഖ്യാപിച്ചു, കുറവനും കുറത്തിയും ശില്പം നിർമ്മിക്കുന്ന ശില്പി ഗുരുപ്രസാദ് അയ്യപ്പന് മറ്റെല്ലാ ശില്പികൾക്കും നൽകുന്നതിൻ്റെ പകുതി റെമ്യൂണറേഷൻ നൽകുന്നതാണ്. അതിനായി അക്കാദമി മാനേജർക്ക് നിർദ്ദേശവും നൽകി. എന്തിനു വേണ്ടിയായിരുന്നു ഈ പരസ്യമായ അവഹേളനം? റെമ്യൂണറേഷൻ തരുന്നെങ്കിൽ മറ്റെല്ലാവർക്കും നൽകുന്നതും പോലെ നിശ്ചയിച്ചിട്ടുള്ള തുക എനിക്ക് നൽകുക, അല്ലാത്ത പക്ഷം ഞാൻ ഈ പകുതി റെമ്യൂണറേഷൻ സ്വീകരിക്കുന്നതല്ല എന്ന് അതേ മീറ്റിങ്ങിൽ വെച്ച് തന്നെ ഞാൻ മറുപടി നൽകി. മനഃപൂർവ്വം ഒരു ശില്പി എന്ന നിലയിൽ എന്തിനാണ് എന്നെ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്നത്? എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ താഴ്ത്തിക്കെട്ടൽ? തുടർന്ന് 1 രൂപ പോലും റെമ്യൂണറേഷനായി തരാതെ കുറവനും കുറത്തിയും എന്ന ശില്പത്തിൻ്റെ ഉടമസ്ഥാവകാശം കേരള ലളിതകലാ അക്കാദമി എന്നിൽ നിന്നും എഴുതി വാങ്ങി. നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഒരു ദിവസം ആരോ സാമൂഹ്യ വിരുദ്ധർ കുറവനും കുറത്തിയും ശില്പത്തിൻ്റെ താഴെ ഭാഗത്ത് എൻ്റെ സ്വന്തം ചെലവിൽ പിത്തള തകിടിൽ എഴുതി സ്ഥാപിച്ചിരുന്ന കുറവൻ്റെയും കുറത്തിയുടെയും ചരിത്രം ശില്പത്തിന് കേടുപാട് വരുത്തി ഇളക്കി മാറ്റാൻ ശ്രമം നടത്തിയിരുന്നു. ആരാണ് ഈ സാമൂഹ്യ വിരുദ്ധരെ ഏർപ്പാടാക്കിയത്? കുറവൻ്റെയും കുറത്തിയുടെയും ചരിത്രം ആരെയാണ് ഇത്രമേൽ അസ്വസ്ഥമാക്കുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശില്പത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത് മുതൽ പൂർത്തിയാകും വരെയുള്ള വിവരങ്ങൾ അറിഞ്ഞ എൻ്റെ കൂടപ്പിറപ്പുകൾ കുറവനും കുറത്തിയും ശില്പത്തിന് മുന്നിൽ പ്ലക്കാർഡുകൾ പിടിച്ച് ജനാധിപത്യപരമായ ഒരു പ്രതിഷേധ സമരം നടത്തി. തീർത്തും സമാധാനപരമായിരുന്ന ഒരു സമരം ആയിരുന്നു ആ പ്രതിഷേധം. സമരവിവരങ്ങൾ അറിഞ്ഞ കേരള ലളിതകലാ അക്കാദമി ചെയർമാനും സെക്രട്ടറിയും ചേർന്ന് എനിക്കെതിരെ DGPക്ക് ഒരു പരാതി നൽകി. പരാതിയുടെ ഉള്ളടക്കം ഇതായിരുന്നു: സർക്കാർ ഉദ്യോഗസ്ഥനായ ഞാൻ ലളിതകലാ അക്കാദമി നടത്തിയ 2 ശില്പകലാ ക്യാമ്പുകളിൽ നിന്ന് വാങ്ങിയ റെമ്യൂണറേഷൻ പലിശ സഹിതം അക്കാദമിക്ക് തിരിച്ചടയ്ക്കുക. അക്കാദമിക്കെതിരെ സമരം നടത്തിയതിന് എനിക്കെതിരെ വകുപ്പ് തല ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക. പ്രസ്തുത പരാതിയെ തുടർന്ന് എനിക്കെതിരെ വിശദമായ പോലീസ് അന്വേഷണങ്ങൾ നടത്തിയ ശേഷം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഹാജരാകാൻ എനിക്ക് നോട്ടീസ് നൽകി. ആ നോട്ടീസ് പ്രകാരം ഞാൻ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരാകുകയും രേഖാമൂലം എൻ്റെ നിരപരാധിത്വം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അക്കാദമിക്കെതിരെ
നടത്തിയ പ്രതിഷേധ സമരത്തിൽ ഞാൻ പങ്കെടുക്കുകയോ നേതൃത്വം നൽകുകയോ ചെയ്തിട്ടില്ലെന്നും അക്കാദമി കായംകുളം കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക മ്യൂസിയത്തിലും കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമത്തിലും നടത്തിയ 2 ശില്പകലാ ക്യാമ്പുകളിലും പങ്കെടുത്ത സമയത്ത് ഞാൻ സമ്പാദിത അവധിയിലായിരുന്നെന്നും പ്രസ്തുത ലീവ് പ്രകാരം എനിക്ക് നഷ്ടമായ ശമ്പളവും മറ്റ് അലവൻസുകളും എൻ്റെ യാത്രാച്ചെലവും മറ്റും കൂട്ടിയാൽ അക്കാദമി നൽകിയ റെമ്യൂണറേഷൻ്റെ ഇരട്ടിയിലധികം തുക വരുമെന്നും ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. തുടർന്ന് എന്നെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കി. ഇതാണ് കലയെ പ്രോത്സാഹിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള അക്കാദമിയിൽ നിന്ന് എനിക്ക് അനുഭവിച്ച സുന്ദരമായ ഒരനുഭവം. സാംസ്കാരിക കേരളത്തോടും കലാലോകത്തോടും ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ തമസ്കരണങ്ങൾക്കും അവഹേളനങ്ങൾക്കും വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? തുടർന്ന് കത്തുകൾ മുഖേന കേരള ലളിതകലാ അക്കാദമിയോട് ഞാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അക്കാദമിയുടെ ഒരു പരിപാടികളിലും എന്നെ നാളിതുവരെ പങ്കെടുപ്പിച്ചിട്ടില്ല. ശക്തമായ തമസ്കരണവും അവഹേളനവും ഇന്നും തുടരുന്നു. ഇന്ന് കൊല്ലം നഗരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആശ്രാമ മൈതാനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ്. അവിടെയുള്ള ശില്പങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് സമരം നയിച്ച പല പ്രകൃതി സ്നേഹികളും രാഷ്ട്രീയക്കാരും ഇപ്പോൾ വിനോദത്തിനും വിശ്രമത്തിനുമായി ആ ഇടം ഉപയോഗിക്കാറുണ്ട്. അവിടെ തല ഉയർത്തിപ്പിടിച്ചു നിന്ന് കാഴ്ചക്കാർക്ക് വിസ്മയം തീർക്കുന്നു കുറവനും കുറത്തിയും എന്ന ശില്പം. നന്ദി, നമസ്കാരം.